നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു സെന്റൻസ് കാണിച്ചിരുന്നു. എനിക്ക് പണ്ടൊക്കെ നീണ്ട മുടി ഉണ്ടായിരുന്നു. ഇത് നമ്മളെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ? ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കണ്ടിട്ട് കുറെ പേർക്ക് സംശയം ഉണ്ടായി. ഇവിടെ ഐ ഹാഡ് ലോങ് ഹെയർ എന്നും പറയാമോ എന്ന്. ഈ ഐ യൂസ് ടു ഹാവും ഐ ഹാഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേറെ 4 പേഴ്സ് ഓഫ് സ്ട്രക്ചേഴ്സും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മളിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. പക്ഷെ ആദ്യം ഈ ഐ യൂസ് ടു ഹാവും ഐ ഹാഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ലെസണിലെ ഹോംവർക്കിൽ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. മുൻപൊക്കെ അയാൾക്ക് താടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും തന്നെ അത് ശരിയാക്കിയിട്ടുണ്ട്. ഹി യൂസ് ടു ഹാവ് എ ബിയർഡ് ബാക്ക് ദെൻ എന്നല്ലേ പറയുക? അപ്പൊ അവിടെ യൂസ് ടു ആണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? മലയാളത്തിൽ ആ സെന്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ 2 കാര്യങ്ങൾ വ്യക്തമാണ്. മുൻപൊക്കെ എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ട് സ്ഥിരമായിട്ട് അയാൾക്ക് താടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ക്ലിയർ ആണ്. രണ്ടാമത്തത്, പണ്ട് അയാൾക്ക് താടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇല്ല എന്നൊരർത്ഥം കൂടെ വരുന്നില്ലേ? അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി ഞാൻ കാണിക്കുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ. കല്യാണത്തിന് അയാൾക്ക് താടി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് താടി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ അവിടുത്തെ അവസ്ഥ വ്യത്യാസമുണ്ട്. കല്യാണത്തിന് അയാൾക്ക് താടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് പാസ്റ്റില് ആ ഒരു പ്രത്യേക സമയത്ത് താടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ നമ്മളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നറിയാമോ? ഹി ഹാഡ് എ ബിയർഡ് വെൻ ഹി ഗോട്ട് മാരീഡ്. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഹി യൂസ് ടു ഹാവ് അല്ല, ഹി ഹാഡ് എ ബിയർഡ്. എന്താ കാരണം? പാസ്റ്റില് ഇങ്ങനൊരു കാര്യം ഒരു ഫാക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ഏതോ ഒരു സമയത്ത് അയാൾക്ക് താടി ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ അയാൾക്ക് താടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കിവിടെ അറിയാനും വയ്യ. കാരണം ഞാനിവിടെ പണ്ടൊക്കെ അല്ലെങ്കിൽ മുൻപൊക്കെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കല്യാണത്തിന് താടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് എ ബിയർഡ് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഈ സെന്റൻസ് നോക്കിയേ. എനിക്ക് കാർ ഉണ്ടായിരുന്നു. ശരിയാണ്, ഞാനിവിടെ എനിക്ക് പണ്ടൊക്കെ അല്ലെങ്കിൽ എനിക്ക് മുൻപൊക്കെ കാർ ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാ പറയാറുള്ളത്. എനിക്ക് കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലാവും പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്നൊരു അർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന്. അവിടെ നമ്മൾ ഉപയോഗിക്കുക ഐ യൂസ് ടു ഹാവ് എ കാർ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് പഴയ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ടു അവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂസ്ഡ് ടു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും യൂസ് ടു ഹാഡ് എന്ന് പറയില്ല, നിങ്ങൾക്ക് അറിയാലോ. യൂസ് ടു കഴിഞ്ഞാൽ ബേസ് ഫോം യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് യൂസ് ടു ഹാവ് എന്ന് വന്നത്. പക്ഷെ ഇനി ഞാൻ പറയുന്നത് നോക്കൂ. 25 വയസ്സുള്ളപ്പോ എനിക്ക് കാർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പണ്ട് സ്ഥിരമായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 25 വയസ്സായ സമയത്ത് എനിക്ക് കാർ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. മാത്രമല്ല, ഇപ്പോ കാർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഈ രണ്ടാമത് പറഞ്ഞ സെന്റൻസിൽ നിന്ന് വ്യക്തമല്ല താനും, അല്ലെ? അപ്പൊ പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ഫാക്റ്റ് ആയിരുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടെ ഞാൻ പറയാ ഐ ഹാഡ് എ കാർ വെൻ ഐ വാസ് 25 എന്നാണ്. ഐ ഹാഡ് എ കാർ വെൻ ഐ വാസ് 25. 25 വയസ്സുണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് എനിക്ക് കാർ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ 2 സെന്റൻസസിലും മലയാളത്തിൽ ഈ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഈ സംശയം വരുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മളിത് പറയുമ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മളിത് പറയുന്നതെന്ന് മനസ്സിലാക്കുക. പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പണ്ടുണ്ടായിരുന്നു എന്നാണോ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി യൂസ് ടു ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കുക. ഇനി ഈ സെന്റൻസ് നോക്കൂ. ഡൽഹിയിലായിരുന്നപ്പോ ഞങ്ങൾക്കൊരു നായ ഉണ്ടായിരുന്നു. ഇതാണ് പറയേണ്ടത്. അപ്പോ ഇത് പറയുന്ന നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡൽഹിയിൽ കുറെ നാള് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ കുറെ നാള് സത്യമായിരുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒരു നായയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് പറയും? വി യൂസ് ടു ഹാവ് എ ഡോഗ് വെൻ വി ലിവ്ഡ് ഇൻ ഡൽഹി എന്ന് പറയും, അല്ലേ? അപ്പൊ അവിടെ യൂസ് ടു ആണ് ഉപയോഗിച്ചത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളവിടെ ഡൽഹിയിൽ താമസിച്ച സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നിങ്ങൾ വേറെ എങ്ങോട്ടോ മാറിപ്പോയി, അവിടെയും നിങ്ങൾക്ക് നായ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹാഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇതേ കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, വി ഹാഡ് എ ഡോഗ് വെൻ വി ലിവ്ഡ് ഇൻ ഡൽഹി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ സമയത്ത് സത്യമായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം നായ ഇല്ലാതായില്ല. വേറെ സ്ഥലത്ത് പോയപ്പോഴും നിങ്ങൾക്ക് നായ ഉണ്ടായിരുന്നു. അവിടെ യൂസ് ടു പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ പറയുന്നത് വി ഹാഡ് എ ഡോഗ് വെൻ വി ലിവ്ഡ് ഇൻ ഡൽഹി. ഇനി ഞാൻ ആദ്യം കാണിച്ച സെന്റൻസ്, എനിക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മനഃപൂർവ്വമാണ് പണ്ടൊക്കെ എന്നുള്ള ഒരു വാക്ക് മാറ്റിയത്.
കാരണം പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാ പറയുക, എപ്പോഴും പണ്ടൊക്കെ അല്ലെങ്കിൽ മുൻപൊക്കെ എന്നൊക്കെ പറയണമെന്നില്ല. എനിക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല. നിങ്ങൾ മുടിയുടെ നീളം കുറച്ചു എന്നിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? യൂസ് ടു വരണ്ടേ? ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ എന്ന് പറയണം. നേരെ മറിച്ച് നിങ്ങൾക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ മുടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെന്നിരിക്കട്ടെ, പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ ഹാഡ് പറഞ്ഞാൽ മതി. ഐ ഹാഡ് ലോങ് ഹെയർ എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഐ ഹാഡ് ലോങ് ഹെയർ എന്ന് പറഞ്ഞത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ ഹാഡ് ലോങ് ഹെയർ ബാക്ക് ദെൻ, പണ്ടുണ്ടായിരുന്നു, ആൻഡ് ഐ സ്റ്റിൽ ഹാവ് ഇറ്റ് നൗ, ഇപ്പോഴും നമുക്ക് ലോങ് ഹെയർ ഉണ്ട്. അവിടെ യൂസ് ടു ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആ സന്ദർഭം ആ സാഹചര്യം മനസ്സിലാക്കി യൂസ് ടു അല്ലെങ്കിൽ യൂസ് ടു ഹാവ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കുക. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ കണ്ടതെല്ലാം ഈ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തരം സെന്റൻസസ് ആയിരുന്നു, ശരിയല്ലേ? എനിക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു, അയാൾക്ക് താടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു നായ ഉണ്ടായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അവിടെ യൂസ് ടു ഹാവ് ആണോ അതോ ഹാഡ് ആണോ വരേണ്ടതെന്നാണ് നമ്മൾ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. ശരി, നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു തരം സെന്റൻസ് ആണ്. ഞാൻ ഷൈ ആയിരുന്നു അല്ലെങ്കിൽ അവൻ മെലിഞ്ഞിട്ടായിരുന്നു. അതൊക്കെ എങ്ങനെ പറയും യൂസ് ടു ഉപയോഗിച്ചെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കൂ, അവൻ മുൻപൊക്കെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അവിടെ മുൻപൊക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും സംശയം ബാക്കി ഉണ്ടാവില്ല. മുൻപൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ടു ഉപയോഗിക്കണമല്ലോ. അപ്പൊ അവിടെ എങ്ങനെ പറയും? ഹി യൂസ് ടു ബി തിൻ എന്ന് പറയും. എവിടെ നിന്നാണ് ബി വന്നതെന്ന് മനസ്സിലായോ? ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മെലിഞ്ഞിട്ടായിരുന്നു എന്നാണ്. ആയിരുന്നു അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ആവുക എന്ന് പറയുന്ന ആ ഒരു ബേസ് ഫോം ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ ബി ആയിട്ട് ഇംഗ്ലീഷിൽ കൊണ്ടുവന്നത്. ഹി യൂസ് ടു ബി തിൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത്, അവൻ കുട്ടിക്കാലത്തും മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അതുപോലെ തന്നെ മെലിഞ്ഞിട്ടാണ് എന്നാണെങ്കിൽ അവിടെ ഞാൻ എന്ത് പറയും? ഹി വാസ് തിൻ ആസ് എ കിഡ് ആൻഡ് ഹി സ്റ്റിൽ തിൻ നൗ. അപ്പൊ ഇവിടെ ഞാൻ ഹി യൂസ് ടു ബി എന്ന് പറഞ്ഞില്ല, ഹി വാസ് തിൻ ആസ് എ കിഡ് എന്നാ പറഞ്ഞത്. കാരണം പണ്ടും മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും മെലിഞ്ഞിട്ടാണ്. അവിടെ യൂസ് ടു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. പണ്ട് ഒരു കാര്യം അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെ അല്ല എന്നാണെങ്കിൽ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. പണ്ടത്തതിൽ നിന്ന് ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല, പണ്ടും മെലിഞ്ഞിട്ടാണ് ഇപ്പോഴും മെലിഞ്ഞിട്ടാണ്, അവിടെ യൂസ് ടുവിന്റെ ആവശ്യമില്ല, ഹി വാസ് ഉപയോഗിച്ചാൽ മതി. ഹി വാസ് തിൻ ആസ് എ കിഡ് ആൻഡ് ഹി സ്റ്റിൽ തിൻ നൗ എന്ന് പറയും. ഇനി അടുത്ത് നോക്കൂ, ഞാൻ മുൻപൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു, നാണംകുണിയായിരുന്നു. അവിടെ നമ്മൾ എന്ത് പറയും? മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഐ യൂസ് ടു ബി ഷൈ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ബി വന്നു കേട്ടോ. ഐ യൂസ് ടു ബി ഷൈ. ആ ഒരു ഷൈ ആയിരിക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആഡ്ജക്റ്റീവ് ആണ് ഈ ഷൈ എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ആ ബി വന്നത്. ഐ യൂസ് ടു ബി ഷൈ. പക്ഷെ ഇനി ഞാൻ പറയുന്നത്, കുട്ടിക്കാലത്ത് ഞാൻ നാണം കുണിയായിരുന്നു എന്നാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും ഷൈ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾ ആ കുട്ടിക്കാലത്തെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വാസ് ഷൈ ആസ് എ കിഡ് എന്ന്. പക്ഷെ ഇവിടെ വേണമെങ്കിൽ ഐ യൂസ് ടു ബി ഷൈ എന്നും പറയാം കേട്ടോ. കാരണം ഒരു നീണ്ട ഒരു കാലഘട്ടം, കുട്ടിക്കാലം മുഴുവനും ആയിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് വേണമെങ്കിൽ ഐ യൂസ് ടു ബി ഷൈ എന്നും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ യൂസ് ടുവും അല്ലെങ്കിൽ ഐ വാസും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ആ ഒരു സന്ദർഭം അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി നമ്മൾ ആരെങ്കിലും കുറിച്ച് പറയാണ്, അവര് നല്ല റിച്ച് ആയിരുന്നു. അപ്പൊ പണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെ അല്ല, ഇപ്പൊ അവരുടെ കയ്യിലുള്ള പണമൊക്കെ തീർന്നു, റിച്ച് അല്ലാത്തൊരവസ്ഥയായി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ദേ യൂസ് ടു ബി റിച്ച്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഇനി ഇതേ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അവര് പണ്ടും ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പറയാം, ദേ വേർ റിച്ച് എന്ന്. പണ്ടും അതെ ഇപ്പോഴും അതെ, ദേ വേർ റിച്ച് ദെൻ, ദേ ആർ റിച്ച് നൗ. മനസ്സിലായോ? അപ്പൊ പാസ്റ്റിലെ ഒരു കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു ഫാക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു പ്ലെയിൻ ഫാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് ദേ വേർ റിച്ച് എന്ന് മാത്രവും പറയാം. അവിടെ എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി യൂസ് ടു അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കുക. പലപ്പോഴും നമുക്ക് ഈ യൂസ് ടു ഹാവ് ആണോ ഹാഡ് ആണോ, അതുപോലെ യൂസ് ടു ബി ആണോ വാസ് ആണോ വരേണ്ടതെന്ന് സംശയം തോന്നാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ സാധാരണ വേർബ്സ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനൊരു സംശയം തോന്നാറില്ല. ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ പറയാണ്, ഞാൻ കൊച്ചിയിൽ താമസിച്ചിരുന്നു.
അപ്പൊ ഇത് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ പണ്ട് അങ്ങനെ കൊച്ചിയിൽ താമസിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ അവിടുത്തെ സ്ഥലം മാറിപ്പോയി എന്നാണെങ്കിൽ എന്ത് പറയും? ഐ യൂസ് ടു ലിവ് ഇൻ കൊച്ചി. ക്ലിയർ ആണ് അവിടെ. ഐ യൂസ് ടു ലിവ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കിയേ, ഞാൻ 1 വർഷം കൊച്ചിയിൽ താമസിച്ചു. ആ ഒരു വേർബ് വന്നത് കണ്ടോ മലയാളത്തില്? താമസിച്ചു. അവിടെ ഒരു കൺഫ്യൂഷനും നമുക്ക് തോന്നില്ല, യൂസ് ടു ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം പാസ്റ്റില് അങ്ങനെ ഒരു ഷോർട്ട് ഒരു സമയത്ത് നമ്മൾ അവിടെ താമസിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ എന്താ പറയാ? ഐ ലിവ്ഡ് ഇൻ കൊച്ചി ഫോർ എ ഇയർ എന്ന് പറഞ്ഞാൽ മതി. 1 വർഷം താമസിച്ചു. ഐ ലിവ്ഡ് ഇൻ കൊച്ചി. അപ്പൊ മലയാളത്തിൽ തന്നെ അത് പറയുന്നതിൽ വ്യത്യാസമുണ്ട് ഇതുപോലെയുള്ള വേർബ്സ് വരുമ്പോൾ. ആദ്യം പറഞ്ഞത് താമസിച്ചിരുന്നു, അപ്പൊ ഐ യൂസ് ടു ലിവ് എന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പക്ഷെ രണ്ടാമത്തെ അങ്ങനെയല്ല, ഞാൻ താമസിച്ചു, ഐ ലിവ്ഡ് എന്ന് അവിടെ പറഞ്ഞാൽ മതി. അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇതേപോലെയാണ് ഈ ഒരു എക്സാമ്പിളും. അവൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല എന്നർത്ഥമുണ്ട്. അവിടെ നമ്മൾ പറയാ ഷീ യൂസ് ടു വർക്ക് ഹിയർ എന്നാണ്. ഷീ യൂസ് ടു വർക്ക് ഹിയർ. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴോ, അവൾ ഇവിടെ കുറച്ചു കാലം ജോലി ചെയ്തു. ചെയ്തിരുന്നു എന്നല്ല, ചെയ്തു. അവിടെ നിങ്ങൾ എന്ത് പറയും? ഷീ വർക്ക്ഡ് ഹിയർ ഫോർ എ വൈൽ. കുറച്ചു കാലം, ഫോർ എ വൈൽ. ഷീ വർക്ക്ഡ് ഹിയർ ഫോർ എ വൈൽ. മലയാളത്തിൽ തന്നെ ചെയ്തു എന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് അവിടെ ക്ലിയർ ആണല്ലോ യൂസ് ടു ഉപയോഗിക്കേണ്ടെന്ന്. ഇതുപോലെയുള്ള വേർബ്സ് വരുമ്പോൾ നമുക്ക് സംശയം തോന്നുകയില്ല. പക്ഷെ ഈ യൂസ് ടു ഹാവ് അതുപോലെ യൂസ് ടു ബി ഒക്കെ വരുമ്പോഴാണ് അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തോന്നുക. അത് അവിടുത്തെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഈ 2 പേഴ്സ് ഓഫ് സെന്റൻസസ് നോക്കിക്കോളൂ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. പക്ഷെ പണ്ട് ഉള്ള ഒരു ഫാക്റ്റിനെ കുറിച്ച് മാത്രം, പണ്ട് പാസ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം സത്യമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് മാത്രം പറയാം. അതുപോലെ ഇത് അയാള് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മുൻപൊക്കെ അങ്ങനെ ആയിരുന്നു, പിന്നെ അയാൾ മാറിപ്പോയി. അപ്പൊ എന്ത് പറയും? ഹി യൂസ് ടു ബി ഹെൽപ്ഫുൾ. പക്ഷെ അയാള് അന്ന് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പാസ്റ്റിലൊരു ഫാക്റ്റ് ആയിട്ട് മാത്രം പറയണമെങ്കിൽ, അതായത് ഇപ്പോൾ ഹെൽപ്ഫുൾ ആണോ അല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, വെറുതെ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഹി വാസ് ഹെൽപ്ഫുൾ എന്ന് മാത്രം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത കൺഫ്യൂസിങ് പെയർ ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കാം. ഐ യൂസ് ടു ഗോ, ഐ വുഡ് ഗോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോ നമ്മള് പണ്ട് പാസ്റ്റില് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ യൂസ് ടു ഉപയോഗിക്കും. പക്ഷെ ഇതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വുഡും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? ചിലപ്പോൾ നമ്മൾ വുഡും ഉപയോഗിക്കാറുണ്ട്, എപ്പോഴും അല്ല. എന്താണ് വ്യത്യാസം നോക്കാം. ഞാൻ പറയാണ്, ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു. പണ്ടത്തെ കാര്യമാണേ. അപ്പൊ നമ്മൾ മുൻപ് കണ്ടതുപോലെ ഐ യൂസ് ടു റീഡ് എ ലോട്ട് എന്ന് പറയാം. ഐ യൂസ് ടു റീഡ് എ ലോട്ട്. ഇത് 100% ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും യൂസ് ടുവിന് പകരം വുഡും യൂസ് ചെയ്യാറുണ്ടെന്ന്, പണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ. എന്ന് വെച്ച് ഇവിടെ ഐ വുഡ് റീഡ് എ ലോട്ട് എന്ന് നമുക്ക് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് കാര്യം എന്ന് മനസ്സിലായോ? ഈ വുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പഴയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാസ്റ്റ് ടൈം റെഫറൻസ് അവിടെ ഉണ്ടാവണം. അപ്പൊ ഞാനിവിടെ പറഞ്ഞോ പണ്ട് ചെയ്യുമായിരുന്നു, പണ്ട് ഇന്ന സമയത്ത് ചെയ്യുമായിരുന്നു എന്ന് എന്തെങ്കിലും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. നേരെ മറിച്ച് കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ എനിക്ക് ഇങ്ങനെ പറയാമായിരുന്നു, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് റീഡ് എ ലോട്ട്. അപ്പൊ ഇത് പാസ്റ്റില് ഒരു ഹാബിച്വൽ ആയിട്ട്, ഒരു ഹാബിറ്റ് പോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇവിടെ വുഡ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷെ അങ്ങനെ വുഡ് യൂസ് ചെയ്യണമെങ്കിൽ പഴയ കാര്യത്തെക്കുറിച്ചാണ്, പാസ്റ്റിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ അവിടെ ഒരു പാസ്റ്റ് ടൈം റെഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടാവണം. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വായിക്കാറുണ്ടായിരുന്നു എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടിക്കാലത്ത് എന്ന് വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ യൂസ് ടു റീഡ് എ ലോട്ട്. യൂസ് ടു ഉപയോഗിച്ചു. ഇതേപോലെ വുഡും യൂസ് ചെയ്യാം. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് റീഡ് എ ലോട്ട്. രണ്ടും ഒരേപോലെ ശരിയാണ്. ഇനി അടുത്ത് നോക്കൂ. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് യൂസ് ടു ഉപയോഗിച്ച് ഇങ്ങനെ പറയാം, ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5 AM. രാവിലെ 5 മണിക്ക് ഐ യൂസ് ടു വേക്ക് അപ്പ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ ഇവിടെ ഐ വുഡ് വേക്ക് അപ്പ് അറ്റ് 5 AM എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ നമ്മൾ ഇത് പണ്ട് നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. 5 മണിക്കെന്ന് പറഞ്ഞു, അത് ഇന്നത്തെ 5 മണിയാവാം, എപ്പോഴത്തെ ആവാമല്ലോ 5 മണി, അത് പാസ്റ്റ് ആവണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പാസ്റ്റ് ടൈം റെഫറൻസ് അവിടെ കൊണ്ടുവരാത്തത് കൊണ്ടാണ് ആ വുഡ് യൂസ് ചെയ്യാൻ അവിടെ ഒരു പ്രശ്നമുള്ളത്. പക്ഷെ
ഞാൻ മുൻപൊക്കെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം ഐ യൂസ് ടു വേക്ക് അപ്പ് അറ്റ് 5 AM ബാക്ക് ദെൻ. പണ്ടൊക്കെ. അതുപോലെ തന്നെ വുഡും യൂസ് ചെയ്യാം. ബാക്ക് ദെൻ ഐ വുഡ് വേക്ക് അപ്പ് അറ്റ് 5 AM എന്ന് പറയാം. മനസ്സിലായോ? പണ്ടത്തെ എന്നൊരു കാര്യം അവിടെ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ വുഡ് വേക്ക് അപ്പ് എന്നുള്ളത് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് സാധാരണ വേർബ്സ് ഉപയോഗിച്ചാണ്. അതായത് വായിക്കാറുണ്ടായിരുന്നു, എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ആ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അവിടെ ആ വുഡ് വേക്കപ്പ് അല്ലെങ്കിൽ വുഡ് റീഡ് എന്നൊക്കെ പറയണമെങ്കിൽ ഒരു പാസ്റ്റ് ടൈം റെഫറൻസ് കൊണ്ടുവരണം എന്ന്. അത് കൊണ്ടുവരികയാണെങ്കിൽ യൂസ് ടു ഉപയോഗിക്കാം, വുഡും ഉപയോഗിക്കാം ഒരേപോലെ. പക്ഷെ വുഡ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കേസ് ഉണ്ട്. അതേതാണെന്നറിയാമോ? നമ്മൾ ഈ അവസ്ഥകളെ കുറിച്ച് പറയില്ലേ, സ്റ്റേറ്റിനെ കുറിച്ച് പറയില്ലേ. അതായത് ഞാൻ ഷൈ ആയിരുന്നു, അത് എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ്, ഞാൻ അങ്ങനെ നാണം കുണുങ്ങിയായിരുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അയാള് ഫ്രണ്ട്ലി ആയിരുന്നു, അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഒരു ആഡ്ജക്റ്റീവ് ആണ്, ഷൈ അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഷൈ ആയ ഒരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ യൂസ് ടു മാത്രമേ പറ്റുള്ളൂ. ഞാൻ എക്സാമ്പിൾസ് കാണിക്കാം. നമ്മൾ മുൻപ് ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടില്ലേ, ഞാൻ മുൻപൊക്കെ നാണം കുണുങ്ങിയായിരുന്നു. ഇവിടെ മുൻപൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റിലെ കാര്യമാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ പറയാം ഐ യൂസ് ടു ബി ഷൈ എന്ന്. പക്ഷെ ഈ മുൻപൊക്കെ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഐ വുഡ് ബി ഷൈ എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ പറയുന്നത് ഒരു അവസ്ഥയെ കുറിച്ചാണ്, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഷൈ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. മനസ്സിലായോ? അത് പറയണമെങ്കിൽ വുഡ് അല്ല, യൂസ് ടു തന്നെ ഉപയോഗിക്കണം. ഐ യൂസ് ടു ബി ഷൈ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ, അവൻ ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ സഹായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നാ പറയേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയാ? ഹി യൂസ് ടു ബി ഹെൽപ്ഫുൾ. ഇത് ശരിയാണ്, അവിടെ യൂസ് ടു ഉപയോഗിക്കാം. പക്ഷേ ഹി വുഡ് ബി ഹെൽപ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കാണ്, അതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഹി വുഡ് ബി ഹെൽപ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല, ഹി യൂസ് ടു ബി ഹെൽപ്ഫുൾ എന്ന് തന്നെ പറയണം. നമ്മളിപ്പോ ആഡ്ജക്റ്റീവ്സിന്റെ കാര്യമല്ലേ കണ്ടത്, ഇതേപോലെ തന്നെ മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന തരം വേർബ്സ്, അതായത് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയും. ഇപ്പോ നോ, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ലൈക്ക്, ഹാവ് എന്നൊക്കെ പറയുന്ന തരം വേർബ്സ് ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്. പാസ്റ്റില് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിലും, പാസ്റ്റില് ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും അവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചുകൂടാ, യൂസ് ടു തന്നെ ഉപയോഗിക്കണം. എക്സാമ്പിൾസ് നോക്കൂ. എനിക്ക് അവളെ അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് പറയാം ഐ യൂസ് ടു നോ ഹെർ. അപ്പൊ ഇവിടെ പണ്ട് സ്ഥിരമായിട്ട് അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് അറിയില്ല എന്നായിരിക്കും പറയുന്നത്. ഐ യൂസ് ടു നോ ഹെർ എന്ന് പറയാം. പക്ഷേ ഐ വുഡ് നോ ഹെർ എന്ന് പറയാൻ പാടില്ല. കാരണം നോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വേർബാണ്, ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന ഒരു വേർബാണ്. അവിടെ നമ്മൾ യൂസ് ടു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഐ വുഡ് നോ ഹെർ എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം അവിടെ ഉപയോഗിച്ച വേർബ് നോ ആണ്, അതൊരു സ്റ്റേറ്റീവ് വേർബാണ്. ഇനി ഒരു സിമ്പിൾ സെന്റൻസ്, എനിക്ക് കോഫി ഇഷ്ടമായിരുന്നു. പണ്ടത്തെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് സുഖമായിട്ട് പറയാം ഐ യൂസ് ടു ലൈക്ക് കോഫി. ഇത് ശരിയാണ്, ഐ യൂസ് ടു ലൈക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ലൈക്ക് എന്ന് പറയുന്ന വേർബ് ഒരു സ്റ്റേറ്റീവ് വേർബാണ്, ഒരു അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന വേർബ് ആയതുകൊണ്ട് ഐ വുഡ് ലൈക്ക് കോഫി എന്ന് പറയാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു എന്നല്ലേ. അത് പറയാൻ വേണ്ടി ഇവിടെ നമ്മൾ വുഡ് ലൈക്ക് എന്ന് ഉപയോഗിക്കരുത്, ഐ യൂസ് ടു ലൈക്ക് കോഫി എന്ന് പറയാം. അതുപോലെ ഇതും, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പാസ്റ്റിൽ നമുക്ക് സ്ഥിരമായിട്ടൊരു കാർ ഉണ്ടായിരുന്നു അന്ന് എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു ഹാവ് എ കാർ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ടു കഴിഞ്ഞ് ഉപയോഗിച്ചത് ഹാവ് എന്ന വേർബ് അല്ലേ, അതൊരു സ്റ്റേറ്റീവ് വേർബാണ്. അതായത് ഒരു അവസ്ഥയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന, ഒരു നമുക്കൊരു കാര്യം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേർബാണ് ഈ ഹാവ്. അപ്പൊ അവിടെ യൂസ് ടു ഉപയോഗിക്കും. പക്ഷേ ഐ വുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഈ ഹാവ് എന്ന് പറയുന്ന സ്റ്റേറ്റീവ് വേർബ് പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി വുഡിന്റെ കൂടെ ഉപയോഗിക്കരുത്, യൂസ് ടു മാത്രമേ അവിടെ വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം തോന്നിയേക്കാം, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ ഐ വുഡ് ഹാവ് എ കാർ എന്നൊക്കെ, എന്ന്. അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പാസ്റ്റില് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ, അവിടെയാണ് ഐ വുഡ് ഹാവ് എ കാർ എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയില്ലേ, എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാറ് സ്വന്തമായിട്ട് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ,
അവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അൺറിയൽ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു പ്രസന്റിലെ കാര്യത്തെക്കുറിച്ചാണ്. എനിക്ക് ജോലി ഇല്ല, ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാറ് സ്വന്തമായിട്ട് ഉണ്ടായേനെ എന്ന് പറയാണ് നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പറയാം. ഇഫ് ഐ ഹാഡ് എ ജോബ് ഐ വുഡ് ഹാവ് എ കാർ. ഇതും നമ്മൾ തൊട്ട് മുൻപിൽ കണ്ട സെന്റൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. തൊട്ട് മുൻപിൽ കണ്ടത് പാസ്റ്റിലെ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇതങ്ങനെയല്ല, ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. എങ്ങനത്തെ? ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വെറുതെ അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പറയാണ്. ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാർ ഉണ്ടായേനെ എന്ന്. അവിടെ ഇങ്ങനെ പറയാം കേട്ടോ. ഇഫ് ഐ ഹാഡ് എ ജോബ് ഐ വുഡ് ഹാവ് എ കാർ. അതായത് ഭാവിയിൽ ഉണ്ടായേനെ എന്ന്. മനസ്സിലായല്ലോ വ്യത്യാസം? നമുക്കിനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മൂന്നാമത്തെ പെയർ ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കാം. നോക്കൂ, ഇഫ് ഐ വാസ്, ഇഫ് ഐ വർ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അതല്ല. ചില സെന്റൻസസിൽ ഇഫ് ഐ വാസ് എന്നുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇഫ് ഐ വർ ഉപയോഗിച്ചാൽ അത് തെറ്റിപ്പോവും. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് കാണിക്കാം. ഞാൻ പറയാണ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. അതായത് നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന്. അവിടെ നമ്മൾ എന്ത് പറയും? ഇഫ് ഐ വർ യു ഐ വുഡ് ഗോ എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇഫ് ഐ വർ യു എന്നാണ്. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? എനിക്കൊരിക്കലും നീയാകാൻ പറ്റില്ല, അല്ലെ? അത് സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്യാണ്. നിന്റെ പൊസിഷനിൽ ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് പറയണ്ടേ? അതിനാണ് നമ്മൾ ഇഫ് ഐ വർ യു ഐ വുഡ് ഗോ എന്ന് പറഞ്ഞത്. അപ്പൊ ടോട്ടലി ഇമാജിൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഇഫ് ഐ വർ യു എന്ന് പറഞ്ഞത്. ഇതേപോലെ ഞാൻ വേറൊരെണ്ണം കാണിക്കാം. എനിക്ക് കുറച്ചുകൂടി ഉയരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. അപ്പൊ നോക്കൂ, എനിക്ക് ഇപ്പൊ ഉള്ള ഒരു ഉയരം ഉണ്ടല്ലോ, എന്റെ ഹൈറ്റ് കൂട്ടാൻ എനിക്ക് പറ്റില്ല പെട്ടെന്ന്, അല്ലേ? അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്. അതുകൊണ്ട് ഞാൻ പറയാ ഇഫ് ഐ വർ ടോളർ ഐ വുഡ് പ്ലേ ബാസ്കറ്റ് ബോൾ എന്നാണ്. ഇഫ് ഐ വർ ടോളർ, കൂടുതൽ ഉയരം ഉണ്ടായിരുന്നെങ്കിൽ, നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇഫ് ഐ വർ ടോളർ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത നോക്കിയേ, അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു, എന്നെ സഹായിച്ചേനെ. അപ്പൊ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവൾ ഇവിടെ ഇല്ല, പക്ഷെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം, ഇഫ് ഷീ വർ ഹിയർ ഷീ വുഡ് ഹെൽപ്പ് മീ. അവൾ ഇവിടെ ഇല്ലല്ലോ, ഞാൻ ജസ്റ്റ് അങ്ങനെ സങ്കല്പിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഷീ വർ പറഞ്ഞത്. ശരിക്കും ഷീ കഴിഞ്ഞാൽ വാസ് ആണ് വരേണ്ടത്. പക്ഷെ ഇതുപോലെയുള്ള അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ഷീ വർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും നമ്മൾ വേർ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഗ്രാമാറ്റിക്കലി ഇങ്ങനെയാണിത് പറയേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇഫ് ഷീ വർ ഹിയർ ഷീ വുഡ് ഹെൽപ്പ് മീ എന്നാ പറയേണ്ടത്. പക്ഷേ റിയൽ ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടേക്കാം, ഇഫ് ഹി വാസ് ഹിയർ അല്ലെങ്കിൽ ഇഫ് ഷീ വാസ് ഹിയർ ഷീ വുഡ് ഹെൽപ്പ് മീ എന്ന്. മനസ്സിലായോ? അപ്പൊ ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ആദ്യത്തേതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. പക്ഷെ സാധാരണ ഇംഗ്ലീഷിൽ, സാധാരണ നമ്മൾ എന്താ പറയുന്നേ, സ്പോക്കൺ ഇംഗ്ലീഷിൽ കോൺവെർസേഷനിൽ പലപ്പോഴും പറയുക ഇഫ് ഷീ വാസ് ഹിയർ എന്നായിരിക്കും. അപ്പൊ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മറ്റത് ഗ്രാമാറ്റിക്കലി കൂടുതൽ ശരിയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് രണ്ടാമത്തത് തെറ്റാണെന്നല്ല. പക്ഷെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തത് ഉപയോഗിക്കാം. ഇനി ഇത് നോക്കിയേ, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേനെ, എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതെങ്ങനെ പറയും? ഇഫ് മൈ ഫാദർ വർ ഹിയർ ഹി വുഡ് സപ്പോർട്ട് മീ. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് മൈ ഫാദർ വർ ഹിയർ ഹി വുഡ് സപ്പോർട്ട് മീ. മൈ ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് പോലും ഞാൻ ഉപയോഗിച്ചത് വേർ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഗ്രാമാറ്റിക്കൽ റൂള് മനസ്സിലായല്ലോ. പക്ഷെ രണ്ടാമത്തത് നോക്കൂ, വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറയാമെന്ന്, ഇഫ് മൈ ഫാദർ വാസ് ഹിയർ ഹി വുഡ് സപ്പോർട്ട് മീ. ഇങ്ങനെയും സാധാരണ കോൺവെർസേഷൻസിൽ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടേക്കാം. അപ്പൊ അത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ. നമ്മൾ ആദ്യം കണ്ട സെന്റൻസ് തന്നെയാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു, പോയേനെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇഫ് ഐ വർ യു ഐ വുഡ് ഗോ എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇഫ് ഐ വാസ് യു ഐ വുഡ് ഗോ എന്ന് പറയാം. പക്ഷെ അതിൽ എന്തോ ഒരു ശരിയല്ലായിക, ഓഡായിട്ട് നമുക്ക് തോന്നും. ഇഫ് ഐ വാസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നാച്ചുറലി ആളുകൾക്ക് വരിക ഇഫ് ഐ വർ യു എന്നുള്ളതായിരിക്കും. പക്ഷെ ഹി ഷീ ഒക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആ വാസ് പറയാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഇഫ് ഐ വാസ് അല്ലെങ്കിൽ ഇഫ് ഷീ വാസ് എന്ന് മാത്രം പറയുന്ന, അങ്ങനെ മാത്രമേ പറയാവൂ എന്നുള്ള എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറയാണ്, ഞാൻ നിന്നോട് മോശമായി പെരുമാറിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം.
അപ്പൊ ഇത് ഇമാജിൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമല്ല. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി നമ്മൾ രണ്ടുപേരും തമ്മിൽ. അപ്പൊ ഇത് സത്യമായിട്ട് നടന്നൊരു കാര്യമാണ്. പക്ഷെ അവിടെ ഞാൻ മോശമായി പെരുമാറിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളത് സത്യമാണല്ലോ. അവിടെ ഞാൻ എങ്ങനെ പറയാ, ഇഫ് ഐ വാസ് റൂഡ് ടു യു ഐ എം സോറി. മനസ്സിലായോ? അവിടെ ഇഫ് ഐ വേർ റൂഡ് ടു യു എന്ന് പറയുന്നത് ഇത് മുഴുവൻ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കാര്യമല്ല. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇത് റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു സംശയം ബാക്കിയുണ്ട്, ഞാൻ റൂഡായിട്ട് പെരുമാറിയോ ഇല്ലയോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ പറയാ ഇഫ് ഐ വാസ് റൂഡ് ടു യു ഐ എം സോറി. അത് മാത്രമല്ല, നിങ്ങളെ രണ്ടാമത്തെ ഭാഗം കണ്ടോ, ഐ വുഡ് ബി സോറി എന്നല്ല പറഞ്ഞേ, ഐ എം സോറി എന്നാണ്. കാരണം ഇത് ശരിക്കും നടന്നൊരു കാര്യമാണിത്. ആൻഡ് ആ ഒരു സോറി നമ്മളിപ്പോ ശരിക്കും റിയൽ ആയിട്ട് പറയുകയാണ്. ഇനി അടുത്ത് നോക്കൂ, അവൾക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ അവൾ അത് സമ്മതിക്കും. അതെങ്ങനെ പറയും? ഇഫ് ഷി വാസ് റോങ് ഷീ വിൽ അഡ്മിറ്റ് ഇറ്റ്. ഇഫ് ഷീ വാസ് റോങ്, അപ്പൊ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതില് തെറ്റ് പറ്റിയോ ഇല്ലയോ എന്നുള്ളതിൽ മാത്രമാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇഫ് ഷീ വാസ് റോങ്. ഇഫ് ഷീ വർ റോങ് അല്ല, ഇഫ് ഷീ വാസ് റോങ് ഷീ വിൽ അഡ്മിറ്റ് ഇറ്റ്. അവള് തെറ്റ് സമ്മതിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? അവിടെ ഷീ വുഡ് അഡ്മിറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ ഇമാജിനറി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് വുഡ് യൂസ് ചെയ്യാതിരുന്നത് ആ സെക്കൻഡ് പാർട്ടിൽ. കണ്ടോ, ഷീ വിൽ അഡ്മിറ്റ് ഇറ്റ് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക, ശരിക്കും നടന്ന റിയൽ ആയിട്ട് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ വേറല്ല വാസ് തന്നെ ഉപയോഗിക്കണം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. വ്യക്തമായിട്ടല്ല ഞാൻ പറഞ്ഞതെങ്കിൽ ഞാനത് വീണ്ടും വിശദീകരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു കാര്യം ശരിക്കും നടന്നു കഴിഞ്ഞതാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലിയർ ആയോ ക്ലിയർ ആയില്ലേ എന്നുള്ളതിൽ മാത്രമാണ് എനിക്ക് ഡൗട്ട് ഉള്ളത്. അപ്പൊ അവിടെ ഞാൻ എന്ത് പറയും? ഇഫ് ഐ വേർ അൺക്ലിയർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഇമാജിനറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ എന്ത് പറയും? ഇഫ് ഐ വാസ് അൺക്ലിയർ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. കണ്ടോ, ഇഫ് ഐ വാസ് അൺക്ലിയർ. പിന്നെ ഇവിടെ ഒരു കാര്യം കേട്ടോ, സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ വേർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ മുൻപ് നമ്മൾ ഈ സെന്റൻസ് കണ്ടില്ലേ, ഇഫ് ഷി വാസ് റോങ് ഷി വിൽ അഡ്മിറ്റ് ഇറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ദേ ആണ് വന്നതെന്നിരിക്കട്ടെ, അവർ. അപ്പൊ അത് പ്ലൂറൽ ആണല്ലോ, അവിടെ എന്ത് പറയും? ഇഫ് ദേ വർ റോങ് ദേ വിൽ അഡ്മിറ്റ് ഇറ്റ് എന്ന് പറയും. അവിടെ ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വേർ ഉപയോഗിക്കേണ്ടി വന്നതാണ്, ഇമാജിനറി കേസ് ആയതുകൊണ്ടല്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാറുള്ള നാലാമത്തെ പെയർ ഓഫ് സ്ട്രക്ചേഴ്സ് കാണാമല്ലോ. ഹി ഷുഡ് ഹാവ് ഗോൺ, ഹി മസ്റ്റ് ഹാവ് ഗോൺ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, അവൻ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. അവിടെ നമ്മളിത് എങ്ങനെ പറയുന്നറിയാമോ? ഹി ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ എന്ന് പറയും. അതായത് ഇങ്ങോട്ടെങ്കിലും പോകാനായിട്ട് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമായിരുന്നു എന്ന്. അവിടെയാണ് പറയുന്നത് ഹി ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് ആ വേർബിന്റെ ലീവ് എന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോം യൂസ് ചെയ്തു. ഹി ഷുഡ് ഹാവ് ലെഫ്റ്റ് എന്ന് കിട്ടിയത് അങ്ങനെയാണ്. പക്ഷെ ഇനി ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അവൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാകണം, ഇറങ്ങിയിരിക്കണം എന്ന് പറയാണ്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ആ ഒരു ബസ് കിട്ടണമെങ്കിൽ അവൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ബസ് അവന് കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു നിഗമനത്തിലെത്തില്ലേ? അപ്പോൾ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊരു കാര്യം ഡെഡ്യൂസ് ചെയ്യാണ്, അങ്ങനെ ഒരു ഡിഡക്ഷനിൽ എത്തുകയാണ്, നമ്മൾ ഒരു നിഗമനത്തിൽ എത്തുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയത് ഹി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ എന്ന്. അപ്പൊ ഇവിടെ ഈ കൺഫ്യൂഷൻ വരാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ സാധാരണ ഒരാളോട് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ ഷുഡ് യൂസ് ചെയ്യും. അപ്പൊ നീ പോകണം എന്ന് പറയാൻ യു ഷുഡ് ഗോ എന്ന് പറയും. നീ പോയേ തീരൂ എന്ന് പറയാൻ യു മസ്റ്റ് ഗോ എന്ന് പറയും. അപ്പൊ അവിടെ നിർബന്ധം കുറച്ചുകൂടെ കൂട്ടി പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ആണ് ഉപയോഗിക്കുക, പോയേ തീരൂ എന്ന് പറയാൻ, അല്ലേ? അതേപോലെയാണ് ഷുഡ് ഹാവും മസ്റ്റ് ഹാവും എന്നാണ് പലരും വിചാരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. നീ പോകേണ്ടതായിരുന്നു എന്ന് പറയാൻ യു ഷുഡ് ഹാവ് ഗോൺ എന്ന് പറയും. പക്ഷേ യു മസ്റ്റ് ഹാവ് ഗോൺ എന്ന് പറയുന്നത് നീ നിർബന്ധമായിട്ടും പോകേണ്ടതായിരുന്നു എന്ന് പറയാനല്ല, അവൻ പോയിട്ടുണ്ടാകണം എന്ന ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അടുത്ത നോക്കൂ, ഞാൻ പറയാണ് അവൾ ഓർക്കേണ്ടതായിരുന്നു, അവൾ ഓർക്കണമായിരുന്നു എന്ന്. അപ്പൊ എന്ത് പറയും? ഷീ ഷുഡ് ഹാവ് റിമെമ്പേർഡ് എന്ന് പറയും. റിമെമ്പർ എന്ന് പറയുന്ന വേർബിന്റെ V3 ഫോം യൂസ് ചെയ്തു. ഷീ ഷുഡ് ഹാവ് റിമെമ്പേർഡ് എന്നാ പറഞ്ഞേ. ഇനി അടുത്തതിൽ ഞാനൊരു കാര്യം സ്ട്രോങ് ആയിട്ട് ഗെസ് ചെയ്യാട്ടോ. അവള് ഓർത്തിട്ടുണ്ടാകണം, ഓർത്ത് കാണണം എന്ന് ഞാൻ ഉറപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഡെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ അവിടെ ഞാൻ പറയാ ഷീ മസ്റ്റ് ഹാവ് റിമെമ്പേർഡ് എന്നാണ്. അവളത് ഓർത്തിട്ടുണ്ടാകണം, അതുകൊണ്ടായിരിക്കണം അവളെന്നെ വിളിച്ചത് എന്ന്. ഷീ മസ്റ്റ് ഹാവ് റിമെമ്പേർഡ് എന്ന് പറയും. ഇനി വേറൊരെണ്ണം പറയാം, നീ അമ്മയോട് പറയേണ്ടതായിരുന്നു. അവിടെ എന്ത് പറയും?
യു ഷുഡ് ഹാവ് ടോൾഡ് യുവർ മദർ. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ സമ്മർദ്ദം ചെലുത്തി നമ്മൾ പറയുകയാണെന്നിരിക്കട്ടെ, നീ എന്തായാലും പറയേണ്ടതായിരുന്നു എന്ന് പറയണമെങ്കിലും അവിടെയും മസ്റ്റ് അല്ല, ഈ ഷുഡ് തന്നെ യൂസ് ചെയ്താൽ മതി. യു ഷുഡ് ഹാവ് ഡെഫിനറ്റ്ലി ടോൾഡ് യുവർ മദർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വാക്ക് അവിടെ ആഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി എന്ന് ആഡ് ചെയ്തു. പക്ഷെ മസ്റ്റ് അവിടെ കൊണ്ടുവരില്ല കേട്ടോ. യു ഷുഡ് ഹാവ് ടോൾഡ് യുവർ മദർ എന്നാ പറയാ. പക്ഷെ അടുത്ത് നോക്കൂ, നീ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകണം, അതുകൊണ്ടാണ് അമ്മ എന്നോടത് ചോദിച്ചത് എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു കാര്യം ഒരു ഡിഡ്യൂസ് ചെയ്യുന്നത് പോലെ പറയില്ലേ, അതായിരിക്കണം കാരണം എന്നൊരു നിഗമനത്തിലെത്തുകയാണ്. അവിടെ എന്ത് പറയും? യു മസ്റ്റ് ഹാവ് ടോൾഡ് യുവർ മദർ. അതായിരിക്കണം സംഭവിച്ചതെന്ന്. മനസ്സിലായോ? യു മസ്റ്റ് ഹാവ് ടോൾഡ് യുവർ മദർ. ഒരെണ്ണം കൂടെ ഞാൻ പറയാം. അവര് ഗേറ്റ് പൂട്ടേണ്ടതായിരുന്നു, ഗേറ്റ് ലോക്ക് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ they should have locked the gate എന്ന് പറയും. പക്ഷെ അടുത്ത് നോക്കി, അവര് ഗേറ്റ് പൂട്ടിയിരിക്കണം, പൂട്ടിയിട്ടുണ്ടാകണം, അതായിരിക്കും സംഭവിച്ചതെന്ന് നമ്മളിങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ എന്ത് പറയും? they must have locked the gate എന്ന്. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു 4 pairs of confusing structures ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യൂ. ആദ്യത്തേത്, I used to have had a headache so I went to bed. അതായത് എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ പണ്ടുണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഏത് ചൂസ് ചെയ്യും? രണ്ടാമത്തത്, we used to would own a house in the city. ഞങ്ങൾക്ക് സിറ്റിയിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ ഒരു സ്റ്റേറ്റീവ് വേർബാണ് ഉപയോഗിച്ചത്. ഓൺ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുണ്ടാവുക, ഹാവ് പോലെ. അവിടെ ഏതാണ് ഉപയോഗിക്കുക? യൂസ് ടു ആണോ വുഡ് ആണോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ were late I apologize. അതായത് ഞാൻ ലേറ്റ് ആയി എന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സങ്കല്പിച്ച് പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഇത് ശരിക്കും ഉണ്ടായ ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കൂ. അപ്പൊ എന്ത് പറയും? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഷുഡ് ഹാവ് മസ്റ്റ് ഹാവ് forgotten my name. അവൾ എൻ്റെ പേര് മറന്നിട്ടുണ്ടാകണം. നമ്മൾ ഇങ്ങനെ ഒരു ഊഹ നടത്തുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയാണ്. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? അപ്പോൾ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താമസിയാതെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. Bye-bye.